الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم، فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر، ذلك خير وأحسن تأويلا. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിൻ്റെ 3 മാസം മുമ്പാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ ഇടയിൽ വിശുദ്ധ ഖുർആനിൽ നമുക്കേവർക്കും പരിചയമുള്ള സൂറത്തുൻ നസ്ർ അവതരിക്കുന്നത്. നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കിയിട്ടുള്ള വളരെ ചെറിയ അധ്യായമാണ് സൂറത്തുൻ നസ്ർ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉൻസിലത് ഹാദിഹി സൂറ, ഈ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന അധ്യായം അവതീർണമായത് ഔസത അയ്യാമി തശ്രീഖ് ഫഅറഫ അന്നഹുൽ വദാ, ഹജ്ജത്തുൽ വിദാഇൻ്റെ സമയത്ത് അറഫയിൽ വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൻ നസ്ർ അവതരിച്ചത് എന്നാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തിനാണ് ഈ അധ്യായം അവതരിച്ചത്? ഈ അധ്യായത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രബലമായ അഭിപ്രായവും ഏറ്റവും ശരിയായ അഭിപ്രായവും ഈ അധ്യായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവൃത്താന്തമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി
അവിടെ മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം അഥവാ 63 വയസ്സുവരെയാണ് നബി തിരുമേനിയുടെ ജീവിതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് മരിക്കുന്നതിൻ്റെ 3 മാസം മുമ്പാണ് ഈ അധ്യായം അവതരിക്കുന്നത്. അപ്പോൾ ആ അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്, ഇസ്ലാമിക ലോകത്തിന് പഠിക്കാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. പരിശുദ്ധ ദീൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ചു തന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ അധ്യായവും ഇറങ്ങിയതിൻ്റെ ശേഷം അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. പൂർത്തിയായ ഒന്നിന് പിന്നെ വളർച്ചയില്ല, പിന്നെ അതിന് തളർച്ചയാണ് സംഭവിക്കുക. നമുക്കറിയാം, നമ്മളൊരു പേന വാങ്ങിയാൽ ഒരു കമ്പനി അതിൻ്റെ ഒരു പേന പുറത്തിറക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയാണ് പുറത്തിറങ്ങുന്നത്. നമ്മളൊരു വാഹനം വാങ്ങിയാൽ എന്ത് തന്നെയാകട്ടെ, ഒരു വസ്തു അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതിൻ്റെ ജോലികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിക്കും തോറും അത് കേടുവരികയാണ് ചെയ്യുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ പരിശുദ്ധ ദീൻ നമുക്ക് പൂർത്തീകരിച്ചു തന്നു. ദീനിൽ ഇനി ഒന്നും ബാക്കിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. നബി എന്തിനാ വന്നത്? ദീന് പൂർത്തീകരിക്കാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പൂർത്തീകരിച്ചു. ആ ദൗത്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു എന്നതിൻ്റെ തെളിവായി കൊണ്ടാണ് മുഫസ്സിറുകൾ സൂറത്തുൻ നസ്റിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ ഇനി ഒന്നും പഠിപ്പിക്കാൻ ബാക്കിയില്ലാത്ത വിധം പൂർണ്ണമാക്കിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? വിശ്വാസികൾക്ക് സംശയമില്ല. നമസ്കാരത്തിൻ്റെ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ചാണ് പഠിപ്പിച്ചത്. സല്ലു കമാ റഅയ്തുമുനി യുസല്ലി. ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നു നിങ്ങൾ കണ്ടോ, അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം. സുജൂദ് ചെയ്യുന്ന രൂപം, റുകൂഅ് ചെയ്യുന്ന രൂപം, സുജൂദിലെ പ്രാർത്ഥന, ഇഅ്തിദാലിലെ പ്രാർത്ഥന എന്നു വേണ്ട നമസ്കാരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉപദേശമാണ്, യാ മുആദ്, അല്ലയോ മുആദ്, ഖുദു അന്നി മനാസികകും. നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം. ഞാനാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങളത് പഠിപ്പിക്കണം. ഒരുപക്ഷെ അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ കുറിച്ച് പരിചയപ്പെടുത്തി, ഹജ്ജിൻ്റെ രൂപങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത്, നോമ്പ് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്, എല്ലാം പരിശുദ്ധ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും വിട്ടുപോകാത്ത വിധം എല്ലാം പൂർത്തീകരിച്ചാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ച മതത്തിൻ്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. നമ്മൾ ആ റസൂലുള്ളാഹിയുടെ മതത്തിലുള്ള ആളുകളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഖേദകരമെന്ന് പറയാം, ദുഃഖകരമെന്ന് പറയാം, മുസ്ലിം ഉമ്മത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവ്യക്തതകളില്ലാതെ സുതാര്യമായി ഏറ്റവും ലളിതമായി പ്രവാചക തിരുമേനി പൂർത്തീകരിച്ചു തന്ന മതത്തിൽ ഇന്ന് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്, പല തർക്കങ്ങളുമുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ പല കക്ഷികളും പല വിഭാഗങ്ങളുമായി പ്രവർത്തിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ. വിശ്വാസപരമായ മേഖലയിൽ വിശ്വാസരംഗത്ത് തർക്കങ്ങളുണ്ട്, കർമ്മരംഗത്ത് തർക്കങ്ങളുണ്ട്. പല മേഖലകളിൽ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റസൂല് പൂർത്തീകരിച്ചു പോയ മതത്തിൽ തർക്കമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന ദീൻ അത് വ്യക്തമാണ്, അതിൽ യാതൊരു അവ്യക്തതകളുമില്ല. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് എല്ലാം പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത്? തർക്കങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ സാധാരണ പറയുന്നൊരു വാചകമുണ്ട്, മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നമാണ്. തെരുവുകളിൽ, കവലകളിൽ അവർ പ്രസംഗിക്കാണ്, അവർ തെറി വിളിക്കാണ്, അവർ ഗണ്ണന പ്രസംഗങ്ങൾ നടത്താണ്. ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്സത്തിന് തന്നെ മോശമാണ്, അതുകൊണ്ട് ഞാനൊന്നിനുമില്ല, ഞാനൊരു തർക്കത്തിനുമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു വിശ്വാസിയുടെ നിലപാടല്ല. ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് അതല്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. തർക്കങ്ങൾ ഉണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കതീറ.
എൻ്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകൂല എന്നല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ മിമ്പറിൽ ഓടിക്കയറി. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിറഖ. യഹൂദികളായ ആളുകൾ 73 വിഭാഗമായി പിരിയും. അതേപോലെ തന്നെ വതഫറഖത്തിൻ നസാറ അലാ 72 ഫിറഖ. നസാറാക്കളായ ആളുകൾ 72 കക്ഷികളായി പിരിയും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിറഖ. എൻ്റെ ഉമ്മത്ത് മുസ്ലിം സമുദായം 73 കക്ഷികളായി പിരിയും. പ്രവാചകൻ എന്നിട്ട് പറഞ്ഞ വാചകം എന്താണ്? അങ്ങനെ 73 കക്ഷികളായി പിരിയുമ്പോൾ, വിവിധ സംഘടനകൾ ഉണ്ടാകുമ്പോൾ, വിവിധ കക്ഷികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മാറി നിന്നോളൂ. നിങ്ങൾ ഏതിലും പ്രവർത്തിക്കേണ്ടതില്ല, നിങ്ങൾ ആരുടെ കൂടെയും ചേരേണ്ടതില്ല, നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചോളൂ എന്നാണോ? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ആ 73 കക്ഷികളിൽ എല്ലാവരും നരകത്തിലാണ്. ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ. സ്വഹാബികൾ ചോദിച്ചു, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് ആ ഒരു വിഭാഗം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊന്നിലാണോ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവർ സ്വർഗത്തിലാണ്. അപ്പൊ നമ്മുടെ ദൗത്യം എന്താ? നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഇടയിൽ മുസ്ലിങ്ങളായ ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ പല മേഖലകളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ട ആളുകളല്ല. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് സത്യമേതാണ് എന്ന് കണ്ടെത്താനുള്ള പരിശ്രമം, അന്വേഷണം നമ്മൾ ഓരോരുത്തരും നടത്തണം. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സംശയം ഉണ്ടായപ്പോൾ സ്വഹാബികൾ ഓടിച്ചൊന്നു. നബിനോട് ചോദിച്ചു അവർ, നബിയെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് സലാമിനെ കുറിച്ചും സ്വലാത്തിനെ കുറിച്ചും പരിചയപ്പെടുത്തി. സലാം പറയുന്നതിനെ കുറിച്ചും നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിനെ കുറിച്ചും അവരോട് കൽപ്പിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അമ്മ സലാമു ഫഖദ് അറഫ്നാഹു, സലാം പറയൽ എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ സലാം പറയാൻ കൽപ്പിച്ചാൽ അതെങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഫകൈഫ നുസല്ലി അലൈക ഇദാ നഹ്നു സല്ലൈനാ ഫീ സ്വലാത്തിനാ സല്ലല്ലാഹു അലൈക, എങ്ങനെയാ സ്വലാത്ത് ചൊല്ലുക നബിയെ? നിങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, അതെങ്ങനെയാണ് നബിയെ? ഞങ്ങൾക്കതറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് പരിചയപ്പെടുത്തിയത്, പറഞ്ഞു കൊടുത്തത് ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ നബിയുള്ള കാലഘട്ടത്തിൽ സ്വഹാബികൾക്കിടയിൽ തർക്കമുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ പരിഹരിക്കാൻ നബി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ നബി ഇല്ല. അപ്പൊ എങ്ങനെ നമ്മൾ പരിഹരിക്കാം? ഇന്നും പ്രശ്നങ്ങളില്ലേ? പ്രശ്നമുണ്ട്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തർക്കങ്ങൾ വരുമ്പോൾ എങ്ങനെ പരിഹരിക്കണമെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. നമ്മൾ മുമ്പത്തെ ഖുത്ബകളിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ച് അഭിസംബോധന ചെയ്താൽ അതിന്റെ തൊട്ടു പിറകെ വരുന്ന കാര്യം നമുക്ക് പ്രവർത്തിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ളതാണ്. ഇതിലെന്താ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസം സ്വീകരിച്ച ആളുകളെ, അത്തിഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വ അത്തിഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം, വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും. എന്നിട്ട് അല്ലാഹു പറഞ്ഞതാ പഠിക്കേണ്ടത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങളുടെ ഇടയിൽ വല്ല തർക്കവും ഉണ്ടായാൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അവിടെ കൈകാര്യകർത്താക്കളില്ല, അവിടെ നേതാക്കന്മാരില്ല, അവിടെ പണ്ഡിതന്മാരില്ല, മറിച്ച് എങ്ങോട്ടാണ് മടക്കേണ്ടത്? അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങളതാണ് ചെയ്യേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. പ്രവാചകൻ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി. അല്ലാഹുവിന്റെ റസൂൽ 2 കാര്യങ്ങൾ നമുക്ക് വിട്ടേച്ചു പോയി. ഒന്നെന്താ? ഒന്ന് കിതാബുൽ, അല്ലാഹുവിന്റെ കിതാബ് ഖുർആനാണ്. 2 ഖുർആനിന്റെ വിശദീകരണമായ സുന്നത്താണ്. സഹോദരങ്ങളെ, ഏത് വിഷയത്തിൽ തർക്കമുണ്ടെങ്കിലും ആ തർക്കങ്ങൾക്കുള്ള പരിഹാരം ഇവിടെയുണ്ട്. പ്രവാചകന്റെ അധ്യാപനം നോക്കൂ നിങ്ങൾ. ലഖദ് തറക്തുകും അലാ മിസ്ലിൽ ബൈദാഇ ലൈലുഹാ നഹാറുഹാ സവാഅൻ. ഒരു വെളുത്ത വഴിയാണ്,
ഒരു വെളുത്ത പാതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വിട്ടേച്ചു പോയത്. ദീൻ അങ്ങനെയാണ്. ദീനൊരു പ്രയാസമല്ല. ദീനിനെ നമ്മളാരും പ്രയാസപ്പെടുത്താതിരുന്നാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലുള്ള തർക്കങ്ങൾ, നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? റസൂൽ നമ്മുടെ കൂടെ ഇല്ല, ശരിയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ചു പോയ വിശുദ്ധ ഖുർആനും ഖുർആനിന്റെ സുന്നത്തും ഇവിടെയുണ്ട്. ആ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് എല്ലാ തർക്കങ്ങളെയും പരിഹരിക്കാം. ഞാൻ ഇന്നത്തെ ഖുത്ബയിൽ ഒരൊറ്റ സംഭവം പറയാം. നല്ലവരായ സഹോദരങ്ങൾ ആത്മാർത്ഥമായി ആ വിഷയത്തെ പഠിച്ചാൽ, ആ വിഷയത്തെ മനസ്സിലാക്കിയാൽ നമ്മുടെ ഇടയിലുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ നമുക്ക് പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ഉടനെ 3 പ്രശ്നമുണ്ടായി. അള്ളാന്റെ റസൂൽ മരിച്ച ആ സ്പോട്ടിൽ, ആ സെക്കൻഡിലുണ്ടായ 3 പ്രശ്നങ്ങളുണ്ട്, 3 തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളെ മുസ്ലിം ഉമ്മത്ത് എങ്ങനെയാണോ പരിഹരിച്ചത്, അതേ രീതി നമ്മൾ അവലംബിച്ചാൽ നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷെ ആത്മാർത്ഥമായി നമ്മൾ അതിന് ശ്രമിക്കണം. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചപ്പോണ്ടായ പ്രശ്നം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഒരു തിങ്കളാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണം. പ്രവാചകന്റെ മരണവാർത്ത അറിഞ്ഞ ഉടനെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല. ഇത് കേവലം ഒരു വാചകമല്ല. അദ്ദേഹം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടില്ല, മുഹമ്മദ് നബി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ കൈകാലുകൾ ഞാൻ വെട്ടിമുറിക്കും. ഇത് പറഞ്ഞതാരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം വെറുതെ ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞ വാചക അല്ല, അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞ വാചകമാണ്. അള്ളാന്റെ റസൂൽ മരിച്ചിട്ടില്ല. മൂസാ നബി വേദം സ്വീകരിക്കാൻ വേണ്ടി തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയതുപോലെ മുഹമ്മദ് നബി പോയിരിക്കുകയാണ്. നബി തിരിച്ചു വരും, നബി തിരിച്ചു വരും. അതാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം. ആളുകൾ തിരുത്താൻ നോക്കി, പക്ഷെ അദ്ദേഹം വഴങ്ങുന്നില്ല, തയ്യാറാകുന്നില്ല. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാദത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഉറപ്പാണ് ഇന്ന് ലോകത്തൊരു വിഭാഗം ആളുകൾ ഉണ്ടാകുമായിരുന്നു. മുഹമ്മദ് നബി മരിച്ചിട്ടില്ല, മുഹമ്മദ് നബി തൂരിസീന പർവ്വതത്തിലേക്ക് വേദം സ്വീകരിക്കാൻ പോയതാണ്, അത് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇന്നില്ലാത്തത്? ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി. ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ തിരുത്താൻ അദ്ദേഹം സന്നദ്ധനായി. എങ്ങനെയത് തിരുത്തിയത്? എങ്ങനെയാണ് ആ സംഭവത്തെ അദ്ദേഹം തിരുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെയല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാര്യ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. കാരണം തിങ്കളാഴ്ച രാവിലെ നബി കുറച്ചൊക്കെ ആരോഗ്യമുള്ള അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് നബി മരിക്കുന്നത്. ആ മരണ വാർത്ത കേട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഓടിയെത്തി. പ്രവാചകന്റെ മയ്യത്ത് കണ്ടു, പ്രവാചകന്റെ മുഖത്ത് ചുംബിച്ചു. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത്. ഉമർ അവിടെ ദേഷ്യത്തിൽ നിൽക്കാണ്, വാള കൂരിപ്പിടിച്ച് നിൽക്കാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഉമറെ ഇരിക്കണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഫഅബാ ഉമർ അൻ യജ്ലിസ, ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കാൻ വിസമ്മതിച്ചു. ഇരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഫഅഖബല الناس ഇലൈഹി വതറകു ഉമർ. അപ്പോൾ എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒഴിവാക്കി. എന്നിട്ട് ജനങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഫഖാല അബൂബക്കർ, എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ തുടങ്ങി. ജനങ്ങളോട് പറഞ്ഞു, ഫമൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചത് എങ്കിൽ ഇദാ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരെ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചത് എങ്കിൽ മുഹമ്മദ് ഇദാ മരിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമൻ കാന മിൻകും യഅബുദുല്ലാഹ്, നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ലാത്തവനാണ്. എന്നിട്ട് അദ്ദേഹം തെളിവുദ്ധരിച്ചു. ഖാലല്ലാഹ്, അല്ലാഹ് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും ഫമൻ യൻഖലിബു അലാ അഖിബൈ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതി. എന്തേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്? മുഹമ്മദ് നബി മരിച്ചിട്ടില്ല. വാൾ ഊരി പിടിച്ചു നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. എന്തുകൊണ്ട് വീണു? വിശുദ്ധ ഖുർആനിലെ ആയത്ത് അദ്ദേഹം കേട്ടു. എന്തായത്ത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. മുഹമ്മദ് നബിയുടെ മുൻപും പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാർ ഒന്നുകിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട്.
ഉമർലാൻ അപ്പോഴാണ് സ്ഥലകാല ബോധം ഉണ്ടായത്. നബി മരിച്ചു എന്ന വാർത്ത അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം നബി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ആയത്തങ്ങോട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആശയം അദ്ദേഹം തിരുത്തി. നിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ നബി എന്താ പറഞ്ഞത്? നിങ്ങൾ എങ്ങോട്ട് നോക്കണം? ഖുർആനിലേക്ക് നോക്കണം. ഞാൻ നിങ്ങളെ ഖുർആൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന തെറ്റായ വാദം ഈ ലോകത്ത് നിലനിൽക്കാതിരിക്കാനുള്ള കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു മുഹമ്മദ് നബി മരിക്കും. മുഹമ്മദ് നബി മാത്രമല്ല, ലോകത്തെ പ്രവാചകന്മാരായി വന്ന ആരൊക്കെ അവരൊക്കെ മരിക്കും. അത് കേട്ടപ്പോൾ പ്രശ്നം തീർന്നു. അങ്ങനെയാണ് ആ വിഷയം അവസാനിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് എവിടെയാണ് മറമാടേണ്ടത്? തർക്കമായി സഹാബികൾക്കിടയിൽ. മുഹാജിറുകളും അൻസാറുകളും ഒക്കെ തർക്കിക്കാൻ തുടങ്ങി. നബിന്റെ മയ്യത്ത് എവിടെ മറമാടണം? ചില ആൾക്കാർ പറഞ്ഞു മുഹമ്മദ് നബി മക്കക്കാരനാണ്, നബി മക്കയിലാണ് ജനിച്ചത്, അതുകൊണ്ട് പരിശുദ്ധ ഹറമിന്റെ ചാരത്തേക്ക് നബിയുടെ മയ്യത്ത് കൊണ്ടുപോകണം. വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല, പ്രവാചകന്മാരുടെ മയ്യത്തുകൾ ബൈത്തുൽ മുഖദ്ദസിലാണ്, ഫലസ്തീനിന്റെ മണ്ണിലാണ്, അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം, ഫലസ്തീനിലേക്ക് കൊണ്ടുപോകണം, ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് കൊണ്ടുപോയി വെക്കണം, അവിടെയാണ് മയ്യത്ത് മറമാടേണ്ടത്. വേറെ ചില ആൾക്കാർ പറഞ്ഞു അങ്ങനെയല്ല, അള്ളാന്റെ റസൂല് മദീനയിലേക്ക് ഹിജ്റ വന്നയാളാണ്, പ്രവാചകനെ രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചവരാണ് മദീനക്കാർ, പ്രവാചകൻ ഇഷ്ടമുള്ള ഭൂമിയാണ് മദീന, പ്രവാചകന്റെ പള്ളിയാണ് മദീനത്തെ പള്ളി, അതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് നബി ഏറെ ഇഷ്ടപ്പെട്ട മദീനയിലാണ് നബിയുടെ മയ്യത്ത് മറമാടേണ്ടത്. 3 അഭിപ്രായങ്ങൾ വന്നു. എങ്ങനെയാ പ്രശ്നം പരിഹരിച്ചത്? നമ്മുടെ ഇടയിലൊക്കെ തർക്കമുള്ളതുപോലെ സ്വഹാബികൾക്കിടയിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തെ അവരെങ്ങനെ പരിഹരിച്ചു? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അബൂബക്കർ റളിയല്ലാഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൻ നബിയ ലാ യുഹബ്ബലു അൻ മകാനിഹി യുദ്ഫനു ഹൈതു യമൂത്. പ്രശ്നം തീർന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രവാചകന്മാരുടെ മയ്യത്ത് മരണപ്പെട്ട സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാൻ പാടില്ല, മാറ്റാൻ പാടില്ല. ആ അമ്പിയാക്കളുടെ മയ്യത്ത് എവിടെയാണോ അവർ മരിക്കുന്നത് അവിടെയാണ് മറമാടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആയിഷ ഉമ്മയുടെ വീട്ടിൽ നബിന്റെ മയ്യത്ത് വന്നത്? നബിയുടെ ഖബർ എവിടെയാ? ആയിഷ ഉമ്മയുടെ വീട്ടിലാണ്. അവിടെയാണ് നബി മരിച്ചത്, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മറമാടിയത്. പ്രശ്നം തീർന്നു. എത്ര എളുപ്പമാണ്! ഹദീത്ത് അവർ കേട്ടു, ആയത്ത് അവർ കേട്ടു, അവരുടെ ഇടയിലെ തർക്കം അവസാനിക്കുകയാണ്. മൂന്നാമത്തെ പ്രശ്നം എന്താ? ആരാകണം അടുത്ത ഭരണാധികാരി? ഖലീഫ ആരാകണം? വലിയ തർക്കമാണ്. യുദ്ധത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ടായിരുന്ന തർക്കമാണ്. മുഹാജിറുകൾ പറഞ്ഞു, അൻസാറുകൾ പറഞ്ഞു ഞങ്ങൾ മദീനക്കാരാണ്, മദീനയിലെ ആളുകളാണ്, നബി മദീനയിൽ നിന്ന് മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ മദീനക്കാരായ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നേതാവിനെ, ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കണം. ബനൂ സഈദ എന്ന് പറയുന്ന പന്തലിൽ അൻസാറുകളായ ആളുകളൊക്കെ നബിയുടെ മരണശേഷം ഒരുമിച്ച് കൂടി ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ, ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കാൻ. അവർ മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, നബിയുടെ വിശ്വസ്തനാണ്, പ്രായമുള്ള സ്വഹാബിയാണ്, അങ്ങേയറ്റം വലിയ പണ്ഡിതനാണ്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ അവരിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു, ഇവരൊക്കെ നബിന്റെ മയ്യത്ത് മറമാടുന്ന അതിന്റെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ്. അവിടെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. ഇവിടെയോ? ഇവിടെ ഖലീഫനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചയാണ്. ആരോ വന്ന് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അബൂബക്കറിനെയും അതേപോലെ തന്നെ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു, എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ അദ്ദേഹത്തെയും കൂട്ടി എന്ത് ചെയ്തു? അവിടുന്ന് ഓടി ബനൂ സഈദ പന്തലിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ വലിയ ചർച്ചയാണ്. അബൂബക്കർ റളിയല്ലാഹു അവരോട് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിച്ചു തുടങ്ങി. അൻസാറുകളായ ആളുകൾ ഇസ്ലാമിന് ചെയ്ത സേവനങ്ങൾ, അവരുടെ പ്രത്യേകത, ഇതൊക്കെ എണ്ണിപ്പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അവിടെ വെച്ചാണ്ട്. അവരുടെ സേവനവും മഹത്വമൊക്കെ, നബി അവർക്ക് കൽപ്പിച്ച സ്ഥാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, നേതൃത്വം ഖുറൈശികൾക്കാണ്, നേതൃത്വം ഖുറൈശികൾക്കാണ്. നോക്കൂ നിങ്ങൾ, ഈ വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം ഖുറൈശികൾക്കാണ് എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, സദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നബി അങ്ങനെ പറഞ്ഞു, നമ്മൾ മറന്നുപോയതാ. നേതാക്കന്മാർ ഖലീഫയാകേണ്ടതാര? ഞങ്ങളല്ല, നിങ്ങളാണ്. നഹ്നുൽ വുസറാ വ അൻതുമുൽ ഉമറാ, നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരാണ്, ഞങ്ങൾ നിങ്ങളുടെ മന്ത്രിമാരാണ്, ഞങ്ങൾ നിങ്ങളുടെ സഹായികളായിട്ടുണ്ടാകും. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂൽ മരിച്ച സ്പോട്ടിലുണ്ടായ 3 പ്രശ്നങ്ങളെയും സ്വഹാബികൾ പരിഹരിച്ചത് എത്ര ഭംഗിയായിക്കൊണ്ട.
ആ തർക്കങ്ങളെ പരിഹരിക്കാൻ അവലംബമായി സ്വീകരിച്ചത് ഖുർആനാണ്, അവലംബമായി സ്വീകരിച്ചത് സുന്നത്താണ്. അത് സ്വീകരിച്ചതോടുകൂടെ അവരുടെ ഇടയിലെ തർക്കങ്ങൾ അവസാനിച്ചു, അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിച്ചു. ഇനി നമ്മുടെ ഇടയിലേക്ക് വരൂ. നമ്മുടെ ഇടയിൽ എന്തൊക്കെ വിഷയങ്ങളിൽ തർക്കമുണ്ട്, നമ്മുടെ ഇടയിൽ ഏതൊക്കെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എണ്ണിയാൽ തീരാത്ത ഒട്ടനവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുണ്ട്, അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറയുന്ന വാചകം എന്താ? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വേറൊരു കൂട്ടർ പറഞ്ഞെന്താ? അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, മൊഹീദ്ദീൻ ഷേഖിനോട് പ്രാർത്ഥിക്കാം, റിഫായി ഷേഖിനോട് പ്രാർത്ഥിക്കാം, മമ്പുറം തങ്ങളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ആരെയും വിമർശിക്കല്ല, ആരെയും കുറ്റം പറയല്ല, മറിച്ച് എന്ത് വേണമെന്നറിയോ? നമ്മൾ പഠിക്കുക, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ സ്വീകരിക്കാം. ഖുർആനിലും ഹദീസിലും ഉള്ളതാണ് എങ്കിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മൾ പഠിക്കണം, നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. സ്വഹാബികൾ പഠിച്ചു, അവരെ മനസ്സിലാക്കി, അല്ലെ? വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാർത്ഥനകളുണ്ട്. ഖുർആനിൽ വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞ 25 നബിമാരിൽ ആ നബിമാരുടെ പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. എങ്ങനെയാ ഖുർആനിലെ പ്രാർത്ഥന തുടങ്ങുന്നത്? അല്ലാഹുമ്മ റബ്ബന, റബ്ബി എന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടുണ്ടോ? ഒരാളും പ്രാർത്ഥിച്ചു, നബിമാര് പ്രാർത്ഥിച്ചിട്ടില്ല, ഔലിയാക്കൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. എന്തിനാ നബിമാര് വന്നത്? അള്ളാഹിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ രണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. എന്താണോ ഖുർആൻ പറയുന്നത്, എന്താണോ സുന്നത്ത് പറയുക, അത് നമ്മൾ സ്വീകരിക്കുക. നോക്കൂ, നിങ്ങൾ ലോകത്തേക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു നബിയും അവരുടെ ജീവിതത്തിന്റെ ഒരു സന്ദർഭങ്ങളിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അതിന്റെ പിന്നെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. റബ്ബന വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. ആരോടാ? അല്ലാഹുവിനോടാണ്. നൂഹ് നബിയുടെ പ്രാർത്ഥന ആരോടാ? ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. അല്ലാഹുവേ, ഈ ആളുകൾ എന്നെ കളവാക്കുന്നുണ്ട്, നീ എന്നെ സഹായിക്കണേ. ആരുടെ പ്രാർത്ഥന? അല്ലാഹുവിനോടാണ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. മഹാനായ മൂസാ നബിയുടെ പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മഹാനായ ദന്നൂൻ പ്രവാചകൻ ആഴക്കടലിന്റെ ആഴിയിൽ വെച്ച് അല്ലാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏത് പ്രാർത്ഥനയുണ്ട് അതൊക്കെ അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിനാണ് ഖുർആനിലും സുന്നത്തിലും തെളിവുള്ളത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന് ഖുർആനിലും സുന്നത്തിലും യാതൊരു തെളിവും കാണാൻ സാധ്യമല്ല എന്ന് ദീന് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇനിയും തർക്കങ്ങളുണ്ടല്ലേ? ഖബറിന്റെ സമീപത്ത് വെച്ച് ഖുർആൻ ഓതണോ? അങ്ങനെ ഓതണമെന്ന് പറയുന്ന ആളുകൾ ആദ്യം പരിശോധിക്കേണ്ടത് എന്താ? അത് ഖുർആനിലുണ്ടോ, അത് ഹദീസിലുണ്ടോ നോക്കണം. ഖുർആനിലുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ എത്ര സ്വഹാബികൾ മരിച്ചു, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ഖബറിന്റെ സമീപത്ത് വെച്ച് ഖുർആൻ ഓതിയിട്ടുണ്ടോ? എങ്കിലും നമുക്ക് ഓതാം, ഒരു സംശയമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ വെച്ച് അതിന്റെ സമീപത്ത് വെച്ച് ഖുർആൻ ഓതിയിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് ഓതാം. പക്ഷേ നമുക്ക് കാണാൻ പറ്റൂല, അല്ലാഹുവിന്റെ റസൂൽ അത് ഓതിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട സ്വഹീഹായ ഒരൊറ്റ സംഭവം പോലും ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഖബർ കെട്ടിപ്പൊക്കുന്ന വിഷയം, അല്ലെ? ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിനെ പ്രവാചകൻ വിരോധിച്ചു. ഹദീസിലെ വാചകം എന്താ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ തിരുമേനി വിരോധിച്ച കാര്യമാണ്. എന്തറിയോ? ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കുന്നത്, അതിന്മേൽ കുമ്മായം അടിക്കുന്നത്, പെയിന്റ് അടിക്കുന്നത്, അതിന്മേൽ സിമന്റ് ഇടുന്നതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണ്. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും ഖബറുകൾ കെട്ടിപ്പൊക്കുന്നു, അവിടെ സുജൂദ് ചെയ്യുന്നു, ഖബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ദീന് പഠിക്കണം സഹോദരങ്ങളെ. ഞാൻ ഇന്നത്തെ ഈ വിഷയം എടുക്കാനുള്ള കാരണം നമ്മുടെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കണം. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണം. നമ്മുടെ മരണത്തിന്റെ അപ്പുറം സ്വർഗത്തിൽ നമ്മൾ പോകണമെങ്കിൽ ദീന് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം, ദീന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, ദീന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനെന്ത് വേണം? നമ്മൾ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തർക്കങ്ങളെ പരിഹരിക്കാനുള്ള വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴി നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത പ്രവാചകൻ പഠിപ്പിച്ച നേരായ വഴിയിലൂടെ ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന്
എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദീനിൽ പല വിഷയങ്ങളിലും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരം തർക്കങ്ങളിൽ, അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ എടുക്കേണ്ട നിലപാടെന്താണ് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിലൂടെ വിശദീകരിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ ഒരു നിവേദക സംഘത്തെ പറഞ്ഞു, ഒരു യാത്രാ സംഘത്തെ, ഒരു സെരിയെ, അറബിയിൽ അങ്ങനെ പറയും, ഒരു സെരിയെ നിയോഗിച്ചു. ഒരു ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. ആ ദൗത്യ സംഘത്തിലെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ തലയിൽ വലിയൊരു മുറിവ് പറ്റി. അദ്ദേഹം അന്നത്തെ രാത്രിയിൽ ജനാപത്തുകാരനുമായി. അദ്ദേഹത്തിന് കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ കുളിക്കേണ്ട അവസ്ഥ, വുദു നിർബന്ധമുള്ള അവസ്ഥക്കൊക്കെ എന്ത് വേണം? കുളിക്കണം. ജനാപത്തുകാരനാണ്. അപ്പോൾ ആ സ്വഹാബിക്ക് ഒരു സംശയം, കാരണം ഞാൻ കുളിച്ചാൽ എൻ്റെ തലയിൽ വെള്ളമായാൽ അത് അപകടമാണ്. അപ്പോൾ അദ്ദേഹം സ്വഹാബികളോട് ചോദിച്ചു എന്നാണ്, സ്വഹാബികളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ജനാപത്തുകാരനാണ്, കുളിച്ചാൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ കുളിക്കണോ അതോ ഞാൻ തയമം ചെയ്താൽ മതിയോ? അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, വുദു ഇല്ലെങ്കിൽ തയമം ചെയ്യാം, വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമം ചെയ്യാം. പക്ഷെ കുളിക്കുന്നതിന് പകരം തയമം ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുളിക്കുക തന്നെ വേണം. സ്വഹാബികൾ ഫത്വ കൊടുത്തു. അയാൾ കുളിച്ചു. അയാൾ കുളിക്കുകയും അങ്ങനെ അയാൾക്ക് ആ തലയിലെ മുറിവിൽ വെള്ളം ഇറങ്ങുകയും അദ്ദേഹത്തെ രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഹദീസിലെ വാചകം അങ്ങനെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഫഖ്തസല ഫമാത, അദ്ദേഹം കുളിച്ചു, അങ്ങനെ അദ്ദേഹത്തെ രോഗം മൂർച്ഛിച്ചു, അദ്ദേഹം മരിച്ചു. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറയാണ്. ഫബലഅ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ഈ വാർത്ത വന്നിട്ട് സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങളുടെ യാത്രക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, നിങ്ങളയാളെ കൊന്നുകളഞ്ഞു. അല്ലാഹു നിങ്ങളെയും കൊല്ലട്ടെ. അതൊരു പ്രയോഗമാണ്, ഒരു ശാപവാക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ചെയ്തത് ഗൗരവമുള്ള കാര്യമാണ്. എന്നൊരു പ്രവാചക തിരുമേനി പറഞ്ഞു, അഫലം യകുൻ ശിഫാഅൽ അയ്യി അസ്സുആൽ, നിങ്ങൾക്കറിയില്ലേ അറിവില്ലായ്മ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ചികിത്സ അത് ചോദ്യമാണ്, അതിനുള്ള മരുന്ന്. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ പറയാൻ പാടില്ല, പഠിക്കാതെ നിങ്ങൾ പറയാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, നമുക്കുള്ളൊരു പാഠമാണ് ഈ ഹദീസ്. നമ്മളൊരു കാര്യം ചെയ്യുകയാണ്, ആ കാര്യം ചെയ്യുമ്പോൾ ഇത് ദീനിലുള്ളതാണോ അല്ലേ എന്ന് പരിശോധിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ ഉറപ്പ് വരുത്താതെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആരൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഒരു ആഘോഷമാകട്ടെ, ഒരു കർമ്മമാകട്ടെ, ഇത് ദീനിലുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ തയ്യാറാകുക. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ട വഴി എന്ന ഖുർആനിലേക്കും ഹദീത്തിലേക്കും മടങ്ങണം. പക്ഷെ ആ ഖുർആനും ഹദീത്തും പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. രണ്ടാമത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ ഖുർആനിലുള്ളതാണോ, പിന്നെ ഒന്നിനും സ്ഥാനമല്ല, അത് കേൾക്കാൻ തയ്യാറാകണം. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. ഖുർആനാണോ സുന്നത്താണോ നമ്മൾ സ്വീകരിക്കണം. ഒരൊറ്റ സംഭവം പറയാം. ഖൈബർ യുദ്ധം നടക്കുന്ന സമയം മുസ്ലിങ്ങളായ ആളുകൾ കോട്ട വളഞ്ഞിരിക്കണം. അവരുടെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, അവർ വിശന്നിരിക്കണം, പ്രയാസപ്പെട്ടിരിക്കണം. അപ്പോഴാണ് ഒരു കോവർ കഴുത അവരുടെ മുന്നിലൂടെ പോകുന്നത്. അവരതിനെ വേട്ടയാടി പിടിച്ചു. അവർക്ക് നല്ല വിശപ്പുണ്ട്, അവർ വേട്ടയാടി പിടിച്ച് അതിനെ അറുത്ത് അതിനെങ്ങനെ വേവിക്കണം. അതിനെ വേവിച്ച് അതിങ്ങനെ ആ മാംസം വെന്ത് അതിൻ്റെ സ്മെല്ലിങ്ങനെ അവരുടെ മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞ് അവർക്ക് ഭക്ഷിക്കാം. ആ സമയത്താണ് അവരുടെ കൂട്ടത്തിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുന്നത്, എന്താ അവർ പറയുന്നത്? അല ഇന്നല്ലാഹ വ റസൂലഹു യൻഹൈനാകും അൻഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മൃഗത്തെ അഥവാ കോവർ കഴുതയുടെ മാംസം ഭക്ഷിക്കുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്, പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ സ്വഹാബി പറയുന്നത്. നിങ്ങൾ നാലിച്ചൊക്കെ വിശന്നിരിക്കുന്ന ആൾക്കാർ അവരെന്താ ചിന്തിച്ചെന്നറിയോ? എന്തായാലും വിശന്നിരിക്കല്ലേ, നമുക്കിത് കഴിക്കാം. അങ്ങനെയല്ല അവർ. നബി പറഞ്ഞു, അത് വേണ്ടാന്ന് വെച്ചു. പ്രവാചകൻ പറഞ്ഞതാണോ എങ്കിൽ നമ്മളത് ചെയ്യുക, പ്രവാചകൻ പാടില്ല എന്ന് എങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുക. ഈ ഒരു നിലപാട് വിശ്വാസികൾക്കുണ്ടാകണം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന, ഖുർആനെ സ്വീകരിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറുമ്പോഴാണ് നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുക. നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അതിനുള്ള ഈ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഈ പള്ളിയിൽ ജുമാ ഖുത്ബ ആരംഭിക്കുന്നത് 12:45-നാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. സഹോദരങ്ങളൊന്ന് നേരത്തെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിയിൽ ജുമാ തുടങ്ങുന്ന സമയത്ത് തന്നെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. പല ആളുകൾക്കും സമയം അറിയാത്ത പ്രശ്നം ഉണ്ടാകും. അള്ളാഹു കൽപ്പിച്ചത് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ജുമാക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് വരണം എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ വന്ന ആൾക്കാരാണ്. നേരം വൈകി വന്ന ആളുകൾ ഒന്നുകൂടെ നേരത്തെ വന്ന് അതിൻ്റെ മുഴുവൻ പ്രതിഫലവും നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ജുമായുടെ സമയത്ത് ഇമാമ് മിമ്പറിൽ കയറി സലാം പറഞ്ഞാൽ മലക്കുകളൊക്കെ അവരുടെ കിതാബൊക്കെ പൂട്ടി വെച്ചിട്ട് അവർ ഖുത്ബ കേൾക്കാൻ വേണ്ടി ഇരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ളത്. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പറയുന്ന വാചകമല്ല. നേരത്തെ വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഖുത്ബയുണ്ട് എന്നറിയാത്ത നമ്മുടെ പല സുഹൃത്തുക്കളുണ്ടാകും, കുടുംബാംഗങ്ങളുണ്ടാകും. അവരെയൊക്കെ നമ്മൾ ഈ ജുമായിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കൂടെ ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമീപ പ്രദേശത്ത് കടവത്തൂരുള്ള ഒരു സഹോദരൻ അബൂബക്കർ ഫാറൂഖി എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയൊരു പ്രയാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.